നിലവിൽ ലൈസൻസ് ഉള്ള ആളുകൾ അവർക്കൊരു കൃത്യമായ ഇടവേളയിൽ ക്ലാസ്സോ ഒരു ദിവസത്തെ ക്ലാസ്, ഒരു ദിവസത്തെ പരിശീലനം, അങ്ങനെ എന്തെങ്കിലും കാലാനുസൃതമായി മാറ്റങ്ങളും റോഡ് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചൊരു അവബോധവും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇപ്പോൾ ഈ പെറ്റിയടിക്കുന്ന ആളുകൾക്കാണ് ഒരു ദിവസത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ക്ലാസ് ഒക്കെ അതൊരു ശിക്ഷണ നടപടിയുടെ ഭാഗമായി നടത്താറ്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് നടപ്പാക്കാൻ കഴിയുമോ? അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരില്ലേ? വേണ്ടി വരും. അതിനാണ് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ജില്ലകളിലും ഒരു സെൻറ്റർ, അതിന് 1 കോടി രൂപ സെൻട്രൽ ഗവൺമെൻറ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ KSRTC തുടങ്ങുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾ കേന്ദ്രീകരിച്ചും നമുക്ക് നടത്താവുന്നതാണ്. കാരണം എനിക്ക് എൻ്റെ ഡ്രൈവിംഗ് അത്ര നന്നല്ല എന്ന് തോന്നിയാൽ എനിക്കൊരു ചെറിയ ഫീസ് അടച്ചുകൊണ്ട് സ്വയമേവ വന്ന് ചെയ്യാനും, അതോടൊപ്പം ഇപ്പോൾ ലൈസൻസ് റദ്ദാക്കുക, നമ്മൾ പറയാം ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എന്ന് പറയും, പല അപകടങ്ങളും ഇപ്പോൾ ചെയ്യാറുണ്ട്. ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ പുനഃസ്ഥാപിക്കണമെങ്കിൽ കഴിഞ്ഞ 6 മാസമായി നമ്മളെ തീരുമാനം, പുനഃസ്ഥാപിക്കണമെങ്കിൽ IDTR, എടപ്പാളിലുള്ള IDTR എന്ന സ്ഥാപനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ളതാണ്. ആ സ്ഥാപനത്തിൽ 5 ദിവസം താമസിച്ച് 5000 രൂപയാണ് ഫീസ്. 5 ദിവസം താമസിക്കണം. അല്ലെങ്കിൽ IDTRൻ്റെ ഉപസ്ഥാപനങ്ങളുണ്ട്, എറണാകുളത്തുണ്ട്, ഇനിയും പത്തനാപുരം ഗാന്ധി ഭവനോടൊക്കെ ഉള്ള സബ് സെൻറ്ററുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അവിടെ സേവന പ്രവർത്തനങ്ങളോടൊപ്പം മോട്ടോർ വെഹിക്കിൾ നിയമങ്ങളും വണ്ടി ഓടിക്കുന്നതിൻ്റെ ബേസിക്കായിട്ടുള്ള കാരണങ്ങളും പഠിപ്പിക്കുന്ന, ഈ ലൈൻ ട്രാഫിക് അടക്കം പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സുകൾ ആണ് അവിടെ. ആ ക്ലാസ്സിൽ 5 ദിവസം പങ്കെടുക്കാതെ ലൈസൻസ് പുനഃസ്ഥാപിക്കുകയില്ല. അത് ഈ ഫൈൻ അടിക്കുക എന്ന് പറഞ്ഞാൽ 5000 രൂപ ഫൈൻ അടിച്ചു, അത് എവിടെന്നെങ്കിലും മറിച്ചുകൊണ്ടൊന്ന് അടച്ചിട്ടങ്ങ് പോകും. അതിന് പകരം 5000 രൂപ ഫൈൻ അടച്ചാൽ അത് അടയ്ക്കണം, അത് വേറെ കാര്യം. അത് കൂടാതെ IDTRലോ അല്ലെങ്കിൽ അതിൻ്റെ സബ് സെൻറ്ററുകളിലോ പോയി 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കണം. അവിടെ മദ്യപിക്കാൻ പറ്റില്ല, സിഗരറ്റ് വലിക്കാൻ പറ്റില്ല, അവിടെ നിന്ന് ഫുഡുണ്ട്, അതെല്ലാം കഴിക്കാം. ആഹാരവും ചേർത്താണ്, അക്കോമഡേഷനും ഫുഡും ചേർത്താണ് 5000 റുപ്പീസ് ചാർജ് ചെയ്യുന്നത്. അവിടെ പോയി 5 ദിവസം നിന്ന് അവിടുത്തെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ബന്ധപ്പെട്ട RTO അല്ലെങ്കിൽ ജോയിൻ്റ് RTO ഏൽപ്പിക്കുമ്പോൾ മാത്രമേ ഇനി ലൈസൻസ് പുനഃസ്ഥാപിച്ചു കൊടുക്കത്തുള്ളൂ. അത് മദ്യപിച്ച് വണ്ടി ഓടിച്ച് പോയാലും, ആളെ ഇടിച്ചു വന്ന് പോയാലും, ഇടിക്കാൻ പോയിട്ട് സംഭവിച്ചാലും, എവിടെ സംഭവിച്ചാലും എല്ലാ RTO ഓഫീസുകളിൽ നിന്നും പ്രധാനപ്പെട്ട ഈ ഒഫൻസ് ചെയ്യുന്ന 40-50 പേരെ വരെ ഒരാഴ്ചയിൽ, ഞാൻ എല്ലാ ബുധനാഴ്ചയും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ MVD RTOമാരോടും ജോയിൻ്റ് RTOമാരോടും ഓൺലൈനിൽ ഞാനൊരു മീറ്റിംഗ് കൂടാറുണ്ട് നേരിട്ട്. അതിലിത് കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ഇവിടുന്ന് എത്ര പേരെ IDTRൽ ട്രെയിനിങ്ങിന് അയച്ചു, എത്ര സസ്പെൻഡ് ചെയ്തു. അത് ഇനി ഒരു ഉദ്യോഗസ്ഥനും ഈ ട്രെയിനിങ് കഴിയാതെ ഇത് പുനഃസ്ഥാപിക്കാൻ പാടില്ല. വളരെ കർശനമായ ഒരു ഇടപെടലാണ് ഉണ്ടാകാൻ പോകുന്നത്. എപ്പോൾ മുതലായിരിക്കും ഈ തീരുമാനം നടപ്പാക്കുക? ഇപ്പോൾ ലൈസൻസ് റദ്ദാക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ 5 ദിവസത്തെ നിർബന്ധിത ക്ലാസും അവരെ അച്ചടക്കം പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എപ്പോൾ മുതലാണ് അത് നടപ്പിലേക്ക് വരിക? അത് വന്നു കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും അങ്ങനെ ഒരാഴ്ചയിൽ ഒരു 50-60 പേരെങ്കിലും IDTRൽ ഞങ്ങൾക്ക് സ്ലോട്ട് കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ പണിഷ്മെൻറ്റ് വന്നിട്ടുണ്ട്. എല്ലാ RTO ഓഫീസും ചെയ്യുന്നുണ്ട്. 6 മാസമായി ഇത് തുടങ്ങി കഴിഞ്ഞു. ഞാൻ ഈ ഫൈൻ അടിക്കുന്നതിന് മുമ്പിൽ എനിക്ക് തോന്നിയൊരു ആശയമാണ്, ഈ ഫൈൻ കൊണ്ട് മാത്രം തീരില്ല. ആ ഫൈൻ കൊണ്ട് ബോധവൽക്കരണം ഉണ്ടാവില്ല, ട്രാഫിക് ബോധവൽക്കരണം ഉണ്ടാവില്ല. അതിന് 5 ദിവസത്തെ ക്ലാസ് എന്ന് പറയുന്നത്, ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടണമെങ്കിൽ ഇത് മസ്റ്റാണ്. ഇത് വാങ്ങാതെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ലൈസൻസ് പുനഃസ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കർശനമായ നടപടി വരും. 6 മാസത്തിലധികമായി ഇത് ഇങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ അങ്ങനെയാണ് നടക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളെപ്പറ്റി എനിക്കറിയത്തില്ല. കേരളത്തിൽ ഇത് വളരെ സ്ട്രിക്റ്റാണ്. ഇതില്ലാതെ ഒരു ഉദ്യോഗസ്ഥൻ പുനഃസ്ഥാപിച്ചാൽ നിങ്ങൾക്കെല്ലാം ശ്രദ്ധിക്കാം, ആ ഉദ്യോഗസ്ഥനെ കർശനമായ നടപടിക്ക് വിധേയനാക്കും.